ഹേ ഗൈസ്, ദിസ് ഇസ് ബെസ്റ്റ് കാർപിക്സ്. നമ്മളിപ്പോൾ ഡസ്റ്ററിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറ്റി ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെപ്പാട് ഒരു വണ്ടിയേ ഉള്ളൂ. ടൊയോട്ടയുടെയാണ് മെയിനായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത്. പക്ഷേ അത് ബേസ് ചെയ്തിട്ട് വിക്ടോറിയസ്, ഹൈറൈഡർ, ഗ്രാൻവിറ്റ ആയിരുന്നു. നമുക്ക് 3 വണ്ടികൾ കിട്ടുന്നുണ്ട്. ആൻഡ് മെയിനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ മാർക്കറ്റ് ലീഡേഴ്സായിട്ട് നിൽക്കുന്ന ഹൈബ്രിഡ് സിസ്റ്റംസും ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് സിറ്റി HEV ഉണ്ട്. അത് ടെക്നിക്കലി ഈ സെഗ്മെൻ്റ് അല്ല, പക്ഷെ എന്നാലും ഏകദേശം ഈ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. എന്നാൽ പോലും ആൾക്കാർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഓപ്ഷൻസും നമ്മുടെ ഈ പറഞ്ഞ ആദ്യത്തെ 3 വണ്ടികൾ തന്നെയാണ്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡസ്റ്ററിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം അതുപോലെ ടൊയോട്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ബാക്കി 3 വണ്ടികൾ, അതായത് ഗ്രാവിറ്റാര, ഹൈറൈഡർ, വിക്ടോറിയസ്, ഇത് തമ്മിലുള്ളൊരു ചെറിയ കമ്പാരിസൺ ഞാൻ വിക്ടോറിയസ് വെച്ച് ചെയ്ത് കാണിച്ചു തരാം. കാരണം അതാണിപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി. അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ എക്യുപ്മെൻ്റ് ഉള്ളത്. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും മറ്റ് 2 വണ്ടികളും അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ വരും. ഇനി കമ്പാരിസണിലേക്ക് കിടക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നതിൽ തന്നെ രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ടൊയോട്ടയുടെ ഒരു ഇത്തിരി കൂടെ പഴയ ടെക്നോളജിയാണ്. അവരുടെ ലേറ്റസ്റ്റ് വണ്ടികളിൽ 1.5 ലിറ്റർ GD എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്, 3 സിലിണ്ടർ ആണെങ്കിൽ പോലും. പക്ഷേ വിക്ടോറിയസിൽ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ MPF എഞ്ചിൻ, അതായത് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനുള്ള എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡസ്റ്ററിൻ്റെ കേസിൽ അങ്ങനെയല്ല, നമുക്ക് 1.8 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 4 സിലിണ്ടർ ആണ്. പിന്നെ GD എഞ്ചിൻ, അതായത് ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജിയിലാണ് ഇത് വരുന്നത്. ആക്ച്വലി ഫോർമുല E ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിൽ നിന്നാണ് അവർ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എടുത്തിരിക്കുന്നത്. എനിവേ നമ്മൾ ഇനി പീക്ക് പവർ നോക്കുകയാണെങ്കിലും കമ്പൈൻഡ് ഔട്ട്പുട്ട് വിക്ടോറിയസിൽ 116 PS ആണ് വരുന്നത്, ഡസ്റ്ററിൽ 160 PS ആണ് വരുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം 0 to 100 ടൈമിങ്ങിലും കാണാൻ പറ്റും. വിക്ടോറിയസ് ഏകദേശം 10.9 സെക്കൻഡ്സും ഡസ്റ്റർ 8.9 സെക്കൻഡ്സും ആണ്. ഇത് ഡസ്റ്ററിന് ഇവിടെ അവർ ഒഫീഷ്യൽ ക്ലെയിം ഒന്നും തന്നിട്ടില്ല, പുറത്തെ ക്ലെയിം വെച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വിക്ടോറിയസിൻ്റെ അത് ഡിപ്പെൻഡ് ചെയ്യും, കാരണം ബാറ്ററി സിസ്റ്റത്തിൽ എന്തോരം ചാർജ് ഉണ്ട്, ഇലക്ട്രിക് എന്തോരം അസിസ്റ്റ് ഉണ്ട്, അതൊക്കെ അനുസരിച്ചാണ് ഈ 2 വണ്ടികളിലും 0 to 100 ടൈമിംഗ് എപ്പോഴും വരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണമെന്നില്ല. ഇനി എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡസ്റ്ററിൻ്റെ അകത്ത് 1.4 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിക്ടോറിയസിൽ അതിൻ്റെ പകുതിയിലും താഴെ ഉള്ളൂ, അതായത് 0.76 kWh ബാറ്ററി പാക്കാണ് വിക്ടോറിയസിലും ഗ്രാവിറ്റാര, ഹൈറൈഡർ എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ അതിനനുസരിച്ച് ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡസ്റ്ററിൽ പക്ഷേ എഞ്ചിൻ വലുതായതുകൊണ്ട് തന്നെ ബാറ്ററി വലുതാണെങ്കിലും അത് റീചാർജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ ഇപ്പോൾ എഫിഷ്യൻസി ആണെന്ന് നിങ്ങൾ വിചാരിക്കുമോ, വിക്ടോറിയസ് ഭയങ്കര എഫിഷ്യൻ്റ് ആണല്ലോ. ഒന്ന് 28.65 kmpയിലും മറ്റേത് 23.9 kmpയിലാണ് പറയുന്നത്. പക്ഷേ ആ 23.9 kmpയിൽ എന്ന് പറയുന്നത് പുറത്തെ എഫിഷ്യൻസി ഫിഗേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇവിടുത്തെ ഒഫീഷ്യൽ ARAI ക്ലെയിം ഒന്നും വന്നിട്ടില്ല. അത് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 10-28 കിലോമീറ്ററിന് മുകളിലൊക്കെ തന്നെ ആയിരിക്കും അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തൊരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലാണ്. ടൊയോട്ട അവർ ഉപയോഗിച്ചിരിക്കുന്ന ECVT എന്ന് പറയുന്ന ട്രാൻസ്മിഷനും റെനോ ഉപയോഗിച്ചിരിക്കുന്ന 8 സ്പീഡ് DHT എന്ന് പറയുന്ന ട്രാൻസ്മിഷനാണ്. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി എഫിഷ്യൻസി, മറ്റത് ECVT വെച്ച് എഫിഷ്യൻസി കിട്ടും, പക്ഷേ ഇതിൻ്റെ അകത്ത് 8 സ്പീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതും മറ്റേ ECVT പോലെ റേഷ്യോസ് ഇങ്ങനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കില്ല. ഇതിന് ഫിക്സഡ് ആയിട്ടുള്ള 8 റേഷ്യോസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ മാക്സിമം എഫിഷ്യൻസി അതിൽ നിന്ന് കിട്ടും എന്നാണ് റെനോ അവകാശപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് നല്ലൊരു കാര്യമാണ്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സംഭവം ഉറപ്പായി കാണും, ഡസ്റ്ററിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നുള്ളത്. പിന്നെ എന്താണ് പ്രശ്നം എന്നല്ലേ, അത് പറഞ്ഞുതരാം. ഇത് ലോഞ്ച് ആവാൻ കുറച്ചധികം സമയം എടുക്കും. 2026 ദിവാലി എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്ടോബർ, നവംബർ ആ ഒരു സമയമാണ് ഒരു ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇനീഷ്യലി ലോക്കലൈസ്ഡ് അല്ല, പിന്നെ ബാറ്ററി പാക്ക് മോട്ടറെല്ലാം പുറത്തുനിന്നായിരിക്കും വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്ര ഗംഭീരമായിട്ട് അഗ്രസീവായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അവർ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് ഇവിടെ ലോക്കലൈസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബാക്കി 2 പവർട്ടൺ, അതായത് 1 ലിറ്റർ ടർബോയും 1.3 ടർബോ ആണ് അവരിപ്പോൾ ഇവിടെ ലോക്കലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ലേറ്റായിട്ട് വരുന്നതും അതുപോലെ ഒരു പ്രൈസ് ഇച്ചിരി കൂടുതലാണെങ്കിൽ അത് തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈവൻ ദോ മൊത്തത്തിൽ എല്ലാം കൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ഇതാണെങ്കിലും അവർക്ക് ആദ്യം തന്നെ ലോക്കലൈസ് ചെയ്ത് നല്ലൊരു പ്രൈസിൽ ഇറക്കാൻ പറ്റിയൊരു നല്ലതായിരുന്നു. എനിവേ നമുക്ക് നോക്കാം. ഇനി വിക്ടോറിയസും ഡസ്റ്ററും തമ്മിലുള്ള കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെങ്ത്തിൻ്റെ കാര്യം ഒഴികെ ബാക്കി എല്ലാത്തിലും ഡസ്റ്റർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ലെങ്ത്ത് 14 mm വ്യത്യാസമുണ്ട്, അതായത് വിക്ടോറിയസിന് കൂടുതലാണ്. പിന്നെ അതല്ലാതെ വിട്ടെടുക്കുകയാണെങ്കിൽ 20 mm ഡസ്റ്ററിന് കൂടുതലാണ്. ഹൈറ്റ് 48 mm ഡസ്റ്ററിന് കൂടുതലാണ്. വീൽ ബേസിൻ്റെ കാര്യത്തിൽ അതിലും കൂടുതൽ 57 mm ഡസ്റ്ററിന് കൂടുതലാണ്. സോ മൊത്തത്തിൽ ഡസ്റ്ററാണ് നല്ലത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഡസ്റ്ററിൽ 212 mm ആണ് വരുന്നത്, വിക്ടോറിയസിൽ 210 mm ഉണ്ട്. സോ വലിയ കുഴപ്പമില്ല. ആൻഡ് അതുപോലെ തന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും ഡസ്റ്ററാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ നമുക്ക് 518 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ വിക്ടോറിയസിൽ 446 ലിറ്റേഴ്സാണ് വരുന്നത്, കറക്റ്റ് മെഷർമെൻറ്റിൽ, റൂഫ് വരെയല്ല. ഇനി നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഡസ്റ്ററിൽ കിട്ടുന്നതെന്ന് നോക്കാം. വിക്ടോറിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി. ഒന്നാമത്തെ നമ്മളെല്ലാ കമ്പാരിസണിലും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ സർവീസസ് ഓർ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഗൂഗിൾ മാപ്പ് സാധനങ്ങളെല്ലാം നമ്മൾ ഫോൺ കണക്ട് ചെയ്യാതെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ ദോ വയർലെസ് ആൻഡ്രോയിഡ് ടു ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കണക്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇനി അടുത്ത് വരുന്ന നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസും അതുപോലെ 225 സെക്ഷൻ ക്രോസ് സെക്ഷണൽ ടയർസും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വിക്ടോറിയസിൽ 17 ഇഞ്ച് വരെ ടയർ സൈസ് വരുന്നുള്ളൂ, അതും 215 ആണ് മാക്സിമം ക്രോസ് സെക്ഷൻ വരുന്നത്. പിന്നെ കോ ഡ്രൈവറിന് നമുക്ക് ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡസ്റ്ററിൽ കിട്ടുന്നുണ്ട്. രണ്ടും 6 ആണ്, ഡ്രൈവറിനും കോ ഡ്രൈവറിനും 6 ഉണ്ട്. വിക്ടോറിയസിൽ പക്ഷേ ഡ്രൈവർ സീറ്റിൽ മാത്രമേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളൂ.
ഇനി അടുത്ത ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. നമുക്ക് ഇതിൻ്റെ അകത്തും ഫിസിക്കൽ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഉള്ള കൺട്രോൾസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഡ്യുവൽ സോൺ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു ആഡഡ് പ്ലസ് ആയിട്ട് പറയാം. പിന്നെ ഡസ്റ്ററിൽ നമുക്ക് ടോട്ടൽ 12 പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ 6 ഉണ്ട്, ബാക്കിൽ 6 ഉണ്ട്. വിക്ടോറിയസിൽ എനിക്ക് തോന്നുന്നു ബാക്കിൽ 3 എണ്ണം ഫ്രണ്ടിൽ 3 എണ്ണം ആണെന്ന്. ഇത്രയൊക്കെയുള്ള നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ കമ്പാരിസൺ. ഇനിയിപ്പോൾ അടുത്തത് പവർ ടൺ ഓപ്ഷൻസിൻ്റെ കമ്പാരിസൺ ആണ്. അതിൽ ഹൈബ്രിഡ് ഓൾറെഡി ഡസ്റ്ററിനാണെന്നല്ല നമുക്കറിയാം. പക്ഷേ ഈവൻ ടർബോ പെട്രോൾ എഞ്ചിൻസ് എടുക്കുകയാണെങ്കിലും വിക്ടോറിയസിൻ്റെ 1.5 NA ഓട്ടോമാറ്റിക് വരുന്നത് ഭയങ്കര സ്ലോ ആണ്. ഇതിനകത്ത് നമുക്ക് 1 ലിറ്റർ ടർബോയിൽ ഓട്ടോമാറ്റിക് ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിലും CVT ആയിരിക്കും. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. മാഗ്നൈറ്റിലൊക്കെ ഏകദേശം 15 സെക്കൻഡ് എടുത്തിട്ട് 0 ടൺ എത്തുന്നതാണ് വണ്ടി. ഇതിൻ്റെ അകത്തും വെയിറ്റ് കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ഏകദേശം ഒരു 12-13 സെക്കൻഡിനുള്ളിൽ എത്തിയാലും കുഴപ്പമില്ല. ആൻഡ് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന 1.3 ടർബോ പെട്രോൾ. വിക്ടോറിയസിലോ ഹൈറൈഡറിലോ ഗ്രാൻഡ് വിറ്റാറിലോ ഇത് 3 എണ്ണത്തിനകത്തും ടർബോ പെട്രോളേ വരുന്നില്ല. ആൻഡ് അത് വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി 163 PS അതുപോലെ 280 Nm ടോർക്കും വരുന്ന ഒരു ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ ഗംഭീര എഞ്ചിനാണ്. മാത്രമല്ല നമുക്ക് 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് വെറ്റ് ക്ലച്ച് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റും വരും, അധികം റിലയബിലിറ്റി പ്രശ്നങ്ങളുണ്ടാവില്ല. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു ഷോർട്ടർ ആയിട്ടുള്ള ടർബോ പെട്രോൾ ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി അടുത്തത് ഈ വണ്ടിയുടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ്. റെനോ പറയുന്നതനുസരിച്ച് സെഗ്മെന്റിലെ ഏറ്റവും നല്ല റൈഡും അതുപോലെ ഹാൻഡ്ലിംഗ് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓഫറിംഗ് ഇതായിരിക്കും എന്ന് തന്നെയാണ് ഇതിനവർ ടെസ്റ്റ് ട്രാക്കിലാണ് ഈ വണ്ടി ടെസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് എന്തായാലും നോക്കാം. ജസ്റ്റ് ഇപ്പോൾ റെനോ ക്ലെയിം ചെയ്യുന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഡസ്റ്ററിൻ്റെ പ്ലസ് പോയിന്റ്സ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വിക്ടോറിയസിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്ന് നോക്കാം. ഡിസൈൻ നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്യാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി വരുന്നത് വിക്ടോറിയസിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ളത് എന്നാണ്. അതിൽ ഫസ്റ്റ് സംഭവം വരുന്നത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്നില്ല, ഇതിനകത്തുണ്ട്. ഈവൻ ദോ മറ്റേ സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള HUD ആണ്, അല്ലാതെ AR ബേസ്ഡ് ഒന്നല്ല. കുറച്ച് ബേസിക് ആണ്, പക്ഷെ എന്നാലും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ആണ് കിട്ടുന്നത്. ഡസ്റ്ററിൽ 44 കളേഴ്സ് എന്താണ്ടാണ് വരുന്നത്. കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ഇത്തിരി നമ്പർ കൂടുന്നത് കൊണ്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് 60 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് C USB പോർട്ട് വരുന്നുണ്ട്. ഡസ്റ്ററിനകത്ത് 4 USB ടൈപ്പ് C പോർട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് എത്ര വരെ ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്നുള്ള റെനോ പറഞ്ഞിട്ടില്ല. സോ മിക്കവാറും ഫാസ്റ്റ് ചാർജിങ് ഇതിലായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് വഴിക്ക് ബാക്കി പ്ലസ് പോയിന്റ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഇതിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കിതിൻ്റെ സെൻട്രൽ പാസഞ്ചറിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു പൊസിഷനിങ് തീരെ ഇഷ്ടമല്ല, അത് മോളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അതല്ലാതെ നമ്മൾ ലെഗ് റൂം, നീ റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വിക്ടോറിയസ് ആണ് ബെറ്റർ. പക്ഷേ ഹെഡ് റൂമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡസ്റ്ററിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ടും പാനോറാമിക് സൺറൂഫിൻ്റെ സാധനം ഒരുപാട് ബാക്കിലത്തെ ഹെഡ് റൂമിനെ ഹിൻഡർ ചെയ്യാത്തത് കൊണ്ടും ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ ഡസ്റ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഈവൻ ദോ നമുക്ക് സ്പേസ് ഒക്കെ ഇതിനകത്താണ് ബെറ്റർ വരുന്നത്. ഇനി അടുത്തത് ഈ വണ്ടിയുടെ 1.5 ലിറ്റർ എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. നമുക്ക് ഡസ്റ്ററിൽ 1 ലിറ്റർ എഞ്ചിൻ ടർബോ പെട്രോൾ ബേസിക് വേരിയൻസിൽ കിട്ടാൻ പോകുന്ന 3 സിലിണ്ടർ ആണ്. ആൻഡ് അതിപ്പോൾ നിങ്ങൾ ഫോക്സ് വാഗൻ്റെ 3 സിലിണ്ടർ എല്ലാം ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, പക്ഷേ അത് കുറച്ചും കൂടി ബെറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു എഞ്ചിനാണ്. ഇൻ്റർനാഷണലി നല്ലൊരു ബെസ്റ്റ് എഞ്ചിൻ്റെ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫൈൻമെൻറ്റ് നമ്മൾ കുറച്ച് ഐഡിൽ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ, അതായത് ഡസ്റ്ററിൻ്റെ എഞ്ചിൻ മാഗ്നൈറ്റിലും കൈകരിലും ഒക്കെ കിട്ടുന്ന ടർബോ പെട്രോൾ ആയതുകൊണ്ടും അതത്ര അതായത് കുറച്ച് റിഫൈൻമെൻറ്റ് കുറവുണ്ട്. പവറിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷെ എന്നാലും ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ലായിരിക്കും. അതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അണ്ടർബോഡി CNG ഈ വണ്ടിയുടെ കാര്യത്തിൽ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. ഇൻഫാക്ട് CNG തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഡസ്റ്ററിൽ ഒരു CNG കൊടുക്കുന്നതിനെ പറ്റി അടുത്ത കാലത്തൊന്നും പ്ലാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഓട്ടോക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് CNG ഉണ്ട് എന്ന് മാത്രമല്ല, ബാക്കിലെ ബൂട്ട് സ്പേസ് എടുക്കുന്ന പോലത്തെ CNG അല്ല, അണ്ടർബോഡി CNG ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ CNG എടുക്കുകയാണെങ്കിലും 300 ലിറ്റേഴ്സിനടുത്ത് എന്തോ ഒരു ബൂട്ട് സ്പേസ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇനി വിക്ടോറിയസിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാരുതി സുസുക്കിയുടെ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. അതിപ്പോൾ വിക്ടോറിയസിൻ്റെ കേസ് മാത്രമല്ല, ഗ്രാൻഡ് വിറ്റാര ആയാലും നമുക്ക് നെക്സയുടെ സർവീസ് ഉണ്ട്, വിക്ടോറിയസ് ആണെങ്കിൽ അരീന സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈറൈഡർ ആണെങ്കിൽ ഈവൻ ടൊയോട്ടയുടെ അത്യാവശ്യം പ്രീമിയം സർവീസും കിട്ടും. സോ ആ ഒരു കാര്യത്തിൽ ആഫ്റ്റർ സെയിൽസിൻ്റെ കാര്യത്തിൽ റെനോയേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ്. അത് വണ്ടിയുടെ ഗുണമല്ല, കമ്പനികളുടെ ഗുണമാണ്. അതുകൊണ്ട് നമുക്കത് വണ്ടിയുടെ ഗുണമായിട്ട് ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് എന്തായാലും നോക്കുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇത്രയൊക്കെയാണ് മെയിൻ കമ്പാരിസൺ വരുന്നത്. പിന്നെ നമുക്കറിയാം ഡസ്റ്റിൻ്റെ പ്രൈസ് വന്നിട്ടില്ല എന്നുള്ളത്. പ്രൈസ് വന്നു കഴിഞ്ഞാൽ സത്യം പറയുന്ന ഒരു പ്രോപ്പർ കമ്പാരിസൺ, അതായത് ഇത് രണ്ടും തമ്മിൽ എന്തോരം കോമ്പറ്റീറ്റീവ് ആണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷേ നോർമലി ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾക്കെല്ലാം ഏകദേശം ഒരു വിലയായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഒരുപാട് പ്രൈസ് കൂട്ടിയിട്ട് കഴിഞ്ഞാലും വാങ്ങില്ല, ഒരുപാട് പ്രൈസ് കുറച്ചിട്ട് കഴിഞ്ഞാലും ആരും വാങ്ങില്ല എന്നുള്ളതാണ് ഒരു സർപ്രൈസിങ് കാര്യം. അത് നിങ്ങൾ സിട്രൻ്റെ എയർക്രോസ് എക്സിൻ്റെ എക്സാമ്പിൾ എടുത്താൽ മനസ്സിലാവും. അതുകൊണ്ട് ഏകദേശം സിമിലർ പ്രൈസിംഗ് ഒക്കെ തന്നെയായിരിക്കും. എനിവേ ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കമ്പാരിറ്റീവ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് എന്താ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.